എൻ്റെ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വായിച്ച് പഠിക്കാൻ ഭയങ്കര മടിയാണ്. എത്ര പറഞ്ഞാലും പഠിക്കില്ല. പഠിക്കാനിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എന്താണ് പരിഹാരം? സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു ഹാഫ് ഇയർലി എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂളുകളിലൊക്കെ പാരൻസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അധിക രക്ഷിതാക്കൾക്കും പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ 10th ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറാണ്. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അപ്പോൾ ഭൂരിഭാഗം രക്ഷിതാക്കൾക്ക് പറയുന്ന ഇതേ ഒരു പഠിക്കാൻ ഇരിക്കുന്നില്ല, ഇനി ഇരുന്നാൽ തന്നെ ഇത് കിട്ടുമോ അല്ലെങ്കിൽ മാർക്ക് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനും ഭയങ്കര ഒരു സ്ട്രെസ്സൊക്കെയാണെന്നുള്ളതാണ്. കുട്ടികൾക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്. എന്ന് വെച്ചാൽ പൊതുവേ എന്താ വെച്ചാൽ പുതിയ തലമുറക്ക് ഭയങ്കര മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ നിങ്ങൾ സ്കൂൾ പഠിച്ചിരുന്ന ആ ക്ലാസ് റൂമിലെ കുട്ടികളല്ലല്ലോ ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ. ഭയങ്കര മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന് പറഞ്ഞപ്പോൾ ഈ റീൽസ് ഷോർട്സൊക്കെ കണ്ട് കോൺസെൻട്രേഷൻ്റെ ടൈമിലൊക്കെ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഒരു ക്ലാസ് കേട്ടിരിക്കുക, അല്ലെങ്കിൽ പുസ്തകം നോക്കി വായിച്ചിരിക്കുക. കാരണം ഒരു സെക്കൻഡ് കൊണ്ടോ 2 സെക്കൻഡ് കൊണ്ടൊക്കെ ഓരോ റീലും ഷോർട്ടും കണ്ടു പോകുന്ന സ്ക്രോൾ ചെയ്യണ ഒരു പുതിയ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം അവർക്ക് എന്താ വെച്ചാൽ അങ്ങനെ ഒരു ടൈം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇനി ഇതിലൊന്നും വല്ലാതെ ആശങ്കപ്പെട്ട് ബേജാറാകേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവൻ്റെ മോന് വായിക്കാനൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, വായിക്കില്ല. പക്ഷെ അവന് ഫുൾ മാർക്കാണ്. അപ്പോൾ അവൻ ചോദിക്കണത്, ഞാൻ വായിക്കണുണ്ടോ ഇല്ലെന്ന് എന്തിനാണ് ഇപ്പം നിങ്ങൾ നോക്കണത്? ഫുൾ മാർക്കിന് കിട്ടണില്ലേ, എൻ്റെ ക്ലാസ്സിൽ ഞാൻ ടോപ്പാണ്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ പേയ്മെൻറ്റുള്ള AI പിന്നെ വീട്ടിലുണ്ട്, വാപ്പാക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യും, അവൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യും, AI കൊടുക്കും. എന്നിട്ട് AIനോട് പറയുന്നത് ഇതിലെ പ്രധാന കണ്ടൻറ്റ് മാത്രം താന്നറിയും. അപ്പോൾ പ്രധാന കണ്ടൻറ്റ് കൊടുക്കും. ആ കണ്ടൻറ്റ് തന്നെ ഉള്ളൂ എക്സാമിന് ചോദിക്കുള്ളൂ. അപ്പോൾ അത് അവൻ്റെ ഒരു ബുദ്ധിയാണ്, അത് പഠനം തന്നെയല്ലേ. ഒരു കുട്ടി രാത്രി ഉറക്കം വെച്ച് കട്ടൻ ചായയും ഫ്ലാസ്കിൽ വെച്ചിട്ട് രാവിലെ വരെ വായിച്ചാലുള്ള പഠനം എന്ന് അറിയാൻ പറ്റും. അവന് കൊടുക്കുന്ന കണ്ടൻറ്റ് അവന് മനസ്സിലാവുകയും അത് പ്രസൻറ്റ് ചെയ്യാനും അതിന് ഫുൾ മാർക്ക് വാങ്ങാനും പറ്റുമെങ്കിൽ അവൻ എന്തിനും നമ്മൾ ബുദ്ധിമുട്ടിക്കണം. ഇപ്പം ഞാൻ പറയാം, അവർ മാർക്ക് കിട്ടുന്നുണ്ടോ, അവൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, എങ്കിൽ പിന്നെ നമ്മൾ പഠനം എന്ന് പറഞ്ഞാൽ അവനെ ബുദ്ധിമുട്ടിക്കേണ്ട. എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് ഈ കാര്യം അവന് സാധിക്കുമെങ്കിൽ ബാക്കിയുള്ള ടൈം അവൻ്റെ ബുദ്ധിയും അവൻ്റെ ഭാവിയുടെയൊക്കെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കാനുള്ള പുതിയ വഴികൾ അവന് നിർദ്ദേശിച്ച് കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യണം, പുതിയ മേഖലകളിലേക്ക് അവൻ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. പണ്ട് പിന്നെ ഡിഗ്രിയും MSCയും പിന്നെ ഡോക്ടറേറ്റൊക്കെ കിട്ടിയിട്ട് ശാസ്ത്രജ്ഞന്മാരായിരുന്ന കാലമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 8ാം ക്ലാസ്സുകാരനും 9ാം ക്ലാസ്സുകാരനൊക്കെ വലിയ ലോക ശാസ്ത്രജ്ഞന്മാരായി മാറുന്ന ഒരു പുതിയ യുഗത്തിൽ നമ്മളെന്താണ്, ഒരു കുട്ടി 1, 2, 2, 3 അങ്ങനെ പോയി ഡിഗ്രി കഴിഞ്ഞ് MSC കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുത്തുകാട്ടെ അവന് ഭാവിയിലാവാൻ പറ്റുള്ളൂ എന്നൊന്നും നമ്മൾ കണിശത പാലിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ വിജ്ഞാനങ്ങൾ നേടാനുള്ള വഴികൾ, സ്ഫോടനാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ കുട്ടികൾ തെറ്റിലേക്ക് പോവാതെ അവരുടെ കഴിവുകളെ നല്ല മേഖലയിൽ ഉപയോഗപ്പെടുത്താവുന്ന നല്ല വഴികളെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകലാണ് എന്ത് ചെയ്യാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടായി തീരും. നമ്മുടെ നിയന്ത്രണങ്ങൾ, ഇപ്പം ഒരു രക്ഷിതാക്കളുടെ കംപ്ലയിൻറ്റ് എന്താണ്, അവിടെ മോന് ഫോൺ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു, വാങ്ങിക്കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, തൊട്ടടുത്ത് ചിപ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയിട്ട് അവിടെ ജോലിക്ക് ചേർന്നു. സ്കൂളിൽ പോയി ബാക്കി വരുന്ന സമയത്ത് എന്നിട്ട് അവൻ എന്ത് ചെയ്യും, അവിടുന്ന് പൈസ വാങ്ങി ഓൻ ഫോൺ വാങ്ങി. ഇപ്പോൾ ആ ഫോൺ വാങ്ങിക്കൊടുത്ത സ്ഥിതിക്ക് ഓൻ സ്വന്തം വാങ്ങിയ ഫോൺ നിയന്ത്രിക്കാൻ പറയാൻ രക്ഷിതാക്കൾക്ക് പറ്റുന്നില്ല. നേരെ മറിച്ച് അവൻ ഫോണിനെ പറ്റി പറയുമ്പോൾ ഒരു ഫോൺ വാങ്ങിക്കൊടുത്ത് അതിൽ ചില കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, 9 മണിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ എന്താകും, ഫോണിൻ്റെ നല്ലൊരു നിയന്ത്രിതമായ ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ നിയന്ത്രിക്കുമ്പോൾ അത് വേറെ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് അവരുടെ കഴിവുകളെ ഗൈഡ് ചെയ്യുക, അവരെ നമ്മൾ അങ്ങനെ കൺട്രോൾ ചെയ്യുക, സ്നേഹത്തോടെ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. രക്ഷിതാക്കൾക്കാണ് ഇതിൽ കൂടുതൽ, കാരണം നമ്മളൊക്കെ വളർന്നു വന്നൊരു സാഹചര്യം എൻ്റെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാലത്തിൽ തന്നെ മക്കൾ വളരണം എന്നുള്ളൊരു പിടിവാശി രക്ഷിതാക്കൾക്ക് ഉണ്ടോന്നുള്ളതാണ്. അതെന്താ വെച്ചാൽ പൊതുവെ എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളെ അനാവശ്യമായി നിയന്ത്രിക്കും കാര്യം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ നമ്മളിൽ നിന്ന് അകലും. വീട്ടിൽ കൺട്രോൾ വെക്കുമ്പോൾ വീട്ടിൽ നിന്ന് അകലും. പിന്നെ അവൻ്റെ സുഹൃത്തുക്കളായിരിക്കും ആശ്രയം, പിന്നെ സുഹൃത്തുക്കളുടെ കൾച്ചറിലേക്ക് വരും. അപ്പോൾ കുട്ടികൾ നമ്മളിൽ നിന്ന് അകലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ ഈ ഉമ്മമാരെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാൻ ഇന്നൊരു പിന്നെ കുട്ടീൻ്റെ ഉമ്മ വന്നപ്പോൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പിന്നെ കുട്ടിയോട് സംസാരിക്കുന്ന ചില പിന്നെ സെൻറ്റൻസുകൾ നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിച്ചു ചില. അപ്പോൾ അതൊക്കെ എന്താ അറിയോ, ഇവൻ നേരാവണില്ല എന്നുള്ളൊരു വെറുപ്പും വിഷമവും മനസ്സിലുണ്ട്. ആ വെറുപ്പും വിഷമവും എല്ലാം അവരുടെ ഭാഷയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് പറയുന്ന എല്ലാ വാചകങ്ങളിലും എന്തുണ്ട്, ആ ഒരു പശ്ചാത്തലമുണ്ട്. നീ ശരിയല്ല, നീ നന്നാവില്ല, നിന്നെ ഇതിലെത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉമ്മനെ അവന് വെറുപ്പാണ്, ഇപ്പോൾ വീട് അവന് വെറുപ്പാണ്. അപ്പോൾ നമ്മളെന്താണ്, വളരെ നല്ല പെരുമാറ്റത്തിലൂടെയും നല്ല സമീപനങ്ങളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ.